നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്റ്റ് ഏതെല്ലാം തരത്തിലാണെന്നുള്ളതിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വൺ ഓഫ് ദി മോഡ്സ് ഡിസ്കസ് ചെയ്തു, ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്റ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളതിൽ ബാക്കി അവശേഷിക്കുന്ന മോഡുകളായ discharge by breach of contract, discharge by agreement or novation and discharge by impossibility. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്താണെന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു മോഡ് കൂടി ഉണ്ടായിരുന്നു, ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. അതിനെപ്പറ്റി ആ ക്ലാസ്സിൽ തന്നെ നമ്മൾ വിശദമാക്കിയതാണ്. ഒരുപാട് അതിനെപ്പറ്റി പഠിക്കാനായിട്ടില്ല. പ്രധാനമായും ഡിസ്ചാർജ് ബൈ പെർഫോമൻസും പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ടോപ്പിക്സുമാണ് നമുക്ക് കവർ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന മോഡ് ഓഫ് ഡിസ്ചാർജ് ആണ് ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ അതിലേതെങ്കിലും ഒരു വ്യക്തി താൻ ആ കരാറ് പ്രകാരം ചെയ്യേണ്ട തൻ്റെ കടമകൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ നിറവേറ്റാതെ വരുമ്പോൾ ആ സാഹചര്യത്തിൽ കോൺട്രാക്റ്റിൻ്റെ നടത്തിപ്പിന് ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനെയാണ് നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സോ വെൻ എ പാർട്ടി ടു ദ കോൺട്രാക്ട് ഫെയിൽസ് ടു പെർഫോം ദ കോൺട്രാക്ട്, then it is called the breach of contract. ഇനി ഇത്തരത്തിൽ ബ്രീച്ച് രണ്ട് രീതിയിൽ നടക്കാം. either it can be an actual or present breach or it can be an anticipatory breach. അതായത് ഒരു കരാറ് നടപ്പിലാക്കേണ്ട ദിവസം, ആ പർട്ടിക്കുലർ ദിവസമാണ് ഈ വ്യക്തി തൻ്റെ കർത്തവ്യം അല്ലെങ്കിൽ തൻ്റെ കടമ തനിക്ക് പാലിക്കാൻ സാധിക്കില്ല എന്ന് മറ്റേ വ്യക്തിയെ അറിയിക്കുന്നത്. ആ സാഹചര്യത്തിൽ അവിടെ നടക്കുന്നത് ഒരു ആക്ച്വൽ ബ്രീച്ചാണ് അല്ലെങ്കിൽ പ്രസന്റ് ബ്രീച്ചാണ്. ഇനി അതല്ല, മുൻകൂട്ടിയുള്ള ബ്രീച്ച്, അതായത് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറയുമ്പോൾ ആ പർട്ടിക്കുലർ ഡേക്ക് കുറച്ച് നാൾ മുമ്പ് അല്ലെങ്കിൽ അതിന് മുമ്പ് ഏത് ദിവസവും തനിക്ക് അന്നേ ദിവസം, അതായത് ഈ വരുന്ന ദിവസം തനിക്ക് കോൺട്രാക്റ്റിൻ്റെ കീഴിലുള്ള ടേംസ് പാലിക്കാനോ അല്ലെങ്കിൽ തൻ്റെ ബാധ്യതകൾ നിറവേറ്റാനോ സാധിക്കില്ലെന്ന് ഈ ബ്രീച്ച് വരുത്തുന്ന വ്യക്തി മറ്റേ വ്യക്തിയെ അറിയിക്കുമ്പോൾ അവിടെ നടക്കുന്നത് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എ കോൺട്രാക്ട്സ് വിത്ത് ബി ടു സപ്ലൈ സർട്ടൻ ഗുഡ്സ് ഓൺ 1st July. On 1st July, A does not supply the goods. This is actual breach of contract. Similarly, if on 1st June, A informs B that he will not be able to perform the contract, then it is anticipatory breach of contract. ഇവിടെ എയും ബിയും തമ്മിൽ ഒരു കരാറിലെത്തുകയാണ്. ജൂലൈ 1 കുറച്ച് സാധനങ്ങൾ, കുറച്ച് വസ്തുക്കൾ എ ബിക്ക് നൽകാമെന്ന്. ആ പർട്ടിക്കുലർ നിശ്ചയിച്ചുറപ്പിച്ച ദിവസം വരുമ്പോൾ എ ബിയോട് പറയുകയാണ്, എനിക്ക് ഈ ഗുഡ്സ് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പം ആ സാഹചര്യത്തിൽ അവിടെ നടക്കുന്നത് ആക്ച്വൽ അല്ലെങ്കിൽ പ്രസന്റ് ബ്രീച്ച് ആണ്. ഇനി മറ്റൊരു സാഹചര്യത്തിൽ ഇതിന് ഒരു മാസം മുമ്പുള്ളൊരു തീയതിയിൽ ജൂൺ 1 കരാറ് നടത്തേണ്ട തീയതി ജൂലൈ 1 ജൂൺ 1 എ ബിയെ അറിയിക്കുകയാണ്, ക്ഷമിക്കണം, എനിക്ക് ഈ കരാറ് നടത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ സിനേരിയോയിൽ അവിടെ നടക്കുന്നത് ഒരു ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചാണ്. അപ്പോൾ അതാണ് ആക്ച്വൽ ബ്രീച്ചും ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചും തമ്മിലുള്ള വ്യത്യാസം. സോ വി ക്യാൻ സേ ദാറ്റ് an anticipatory breach occurs when prior to the promised date of performance the promiser absolutely repudiates the contract. അപ്പോൾ ആ ഒരു കരാറിലെ പ്രോമിസർ, ആ വാഗ്ദാനം നൽകുന്ന വ്യക്തി പൂർണ്ണമായിട്ടും ആ കരാറിനെ റിപ്പഡിയേറ്റ് ചെയ്യുമ്പോൾ, അതിനെ വേണ്ട എന്ന് വെക്കുമ്പോൾ അല്ലെങ്കിൽ തനിക്ക് അതിൻ്റെ കീഴിലുള്ള
ബാധ്യതകൾ നിറവേറ്റാൻ സാധിക്കില്ല എന്ന് മറ്റേ വ്യക്തിയെ അറിയിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ആന്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 39 provides that the anticipatory breach of contract could be made by the promisor either by refusing to perform the contract or by disabling himself from performing the contract in its entirety, unless the promisee signifies by words or by conduct his acquiescence. അപ്പോൾ സെക്ഷൻ 39 അനുസരിച്ച് ഒരു കരാറിലെ വാഗ്ദാനം ചെയ്യുന്ന വ്യക്തി, അതായത് അതിൻ്റെ പ്രോമിസർ, കരാറ് പാലിക്കേണ്ട സമയത്തിന് മുൻപ് തന്നെ ഒന്നുകിൽ താൻ കരാറ് പാലിക്കില്ല എന്ന് വ്യക്തമാക്കുകയോ അല്ലെങ്കിൽ കരാറ് പൂർണ്ണമായി പാലിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് കണ്ടക്റ്റിലൂടെ, എന്തെങ്കിലും തരത്തിലുള്ള കണ്ടക്റ്റിലൂടെ അദ്ദേഹം ഡിസേബിൾ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു ആന്റിസിപ്പേറ്ററി ബ്രീച്ച് നടന്നതായിട്ടാണ് കണക്കാക്കുന്നത്. മുൻകൂട്ടിയുള്ള ഒരു കരാർ ലംഘനം നടന്നതായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ആന്റിസിപ്പേറ്ററി ബ്രീച്ച് നടന്നു കഴിഞ്ഞാൽ എതിർകക്ഷിക്ക് 2 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊന്ന്, he can either resign the contract immediately or wait for the appointed day of performance. അപ്പോൾ ഇത്തരത്തിൽ ലംഘനം നടക്കുന്നതായി അല്ലെങ്കിൽ നടന്നതായിട്ട് വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെയോ പ്രോമിസി, അതായത് മറുകക്ഷി, എതിർകക്ഷി അംഗീകരിക്കാത്തിടത്തോളം ഈ നിയമം, ഈ ഒരു പ്രൊവിഷൻ, സെക്ഷൻ 39 പ്രൊവിഷൻ ബാധകമായിട്ട് വരികയും ആ സാഹചര്യത്തിൽ എതിർകക്ഷിക്ക് 2 റെമഡീസ് അവൈലബിൾ ആയിട്ട് വരികയും ചെയ്യും. അതിലൊന്നാണ് കരാറ് ഉടനെ തന്നെ റദ്ദാക്കുക എന്നുള്ളത്, റിസൈൻ ദ കോൺട്രാക്ട് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ പ്രോമിസർ കരാർ ലംഘിച്ചു എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ കരാർ അവസാനിപ്പിക്കാൻ മറുഭാഗത്തിന് അവകാശമുണ്ട്. കരാർ അവസാനിപ്പിച്ച ശേഷം ലംഘനം കാരണം തനിക്കുണ്ടായ നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് ഫയൽ ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ആ കോൺട്രാക്ട് റിസൈൻഡ് ആകുന്നത് കൊണ്ട് തന്നെ കരാറ് പ്രകാരമുള്ള ബാധ്യതകൾ അവിടെ വെച്ച് അവസാനിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഈ ജൂൺ 1 എ ബിയെ ഇത്തരത്തിൽ ഇൻഫോം ചെയ്യുമ്പോൾ ബിക്ക് ഈ കരാറ് അവിടെ വെച്ച് തന്നെ റിസൈൻ ചെയ്യാൻ സാധിക്കും. ശേഷം തനിക്ക് ഇതിനുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനും സാധിക്കും. ഇനി അതല്ലെങ്കിൽ ഇൻ ദി ആൾട്ടർനേറ്റീവ് ഹി മേ വെയിറ്റ് ഫോർ ദി അപ്പോയിന്റഡ് ഡേ ഓഫ് പെർഫോമൻസ്, അതായത് കരാറ് പാലിക്കേണ്ട ദിവസം വരെ കാത്തിരിക്കാം. അപ്പോൾ പ്രോമിസിക്ക് കരാറ് പാലിക്കേണ്ട യഥാർത്ഥ ദിവസം വരെ കാത്തിരിക്കാനായിട്ട് ഒരു തീരുമാനം എടുക്കാം. ഇങ്ങനെ കാത്തിരിക്കുന്നതിലൂടെ വാഗ്ദാനം ചെയ്തയാൾക്ക് പിന്നീട് കരാറ് പാലിക്കാൻ അല്ലെങ്കിൽ ഒരു അവസരം അവിടെ അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. ആ കരാറ് പാലിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞയാൾക്ക് മറുകക്ഷി ഇത്തരത്തിൽ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോയിന്റഡ് ഡേ ഓഫ് പെർഫോമൻസ് വരെ, ഇപ്പൊ ഈ കേസിൽ ബി ജൂലൈ 1 വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എക്ക് വേണമെങ്കിൽ അവിടെ കരാറ് പാലിക്കാനായിട്ട് സാധിക്കും. എങ്കിലും ഇത്തരത്തിൽ കാത്തിരിപ്പ് കാലയളവിൽ കരാറിന് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് സാധനങ്ങൾക്ക് വില വർദ്ധിക്കുക, അപ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇരു കൂട്ടർക്കും ബാധകമായിട്ട് വരും. ഇനി ഇത്തരത്തിൽ ഇദ്ദേഹം വെയിറ്റ് ചെയ്തിട്ടും നിശ്ചയിച്ച ദിവസം കരാറ് പാലിക്കുന്നതിൽ പ്രോമിസർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വാഗ്ദാനം ലഭിച്ച ആ പ്രോമിസിക്ക് അപ്പോൾ തന്നെ കരാർ ലംഘനത്തിന് കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ either he can resign the contract immediately or he may wait for the appointed day of performance. അപ്പോൾ ഇവിടെ കരാർ റിസൈൻ ചെയ്തിട്ട് കോമ്പൻസേഷൻ മേടിക്കാമെന്ന് നമ്മൾ പറഞ്ഞത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പ്രൊവിഷനായ സെക്ഷൻ 73 നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്.
അതിൻ്റെ കീഴിൽ കരാർ ലംഘനം കാരണം ഒരു കക്ഷിക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ അവയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പാണ് സെക്ഷൻ 73. അപ്പോൾ ആ സെക്ഷൻ പ്രകാരമാണ് കോൺട്രാക്ട് റിസൈൻ ചെയ്തതിന് ശേഷം എതിർകക്ഷി നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത്. അതുകൂടി നിങ്ങൾ ഓർത്തു വയ്ക്കുക. നമ്മൾ ഓൾറെഡി കവർ ചെയ്ത സെക്ഷനാണ്. അപ്പൊ ഈ രണ്ടാമത്തെ അൾട്ടർനേറ്റീവ് എടുക്കുമ്പോൾ വെയിറ്റിംഗ് ഫോർ ദി അപ്പോയിന്റഡ് ഡേ ഓഫ് പെർഫോമൻസ് ആകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കരാറിന് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇരു കൂട്ടർക്കും ബാധകമായി മാറാം. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. In Rochester versus De La Tour, court held that when the contract is rescinded immediately, then an action for breach of contract may be brought. The aggrieved party need not wait till the date of performance. ഈ കേസിൽ കോടതി പ്രധാനമായും എടുത്ത നിലപാട്, മുൻകൂട്ടിയുള്ള കരാർ ലംഘനം, അതായത് ഒരു ആന്റിസിപ്പേറ്ററി ബ്രീച്ച് സംഭവിക്കുമ്പോൾ കരാറ് ഉടൻ തന്നെ റദ്ദാക്കാൻ മറുഭാഗത്തിന് അവകാശമുണ്ട് എന്നതാണ്. കരാർ നടപ്പാക്കേണ്ട തീയതി വരെ കാത്തിരിക്കേണ്ട ആവശ്യം ഇല്ല. ഈ ലംഘനം നടന്ന ഉടനെ തന്നെ നഷ്ടപരിഹാരത്തിനായി കേസ് കൊടുക്കാൻ സാധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഈ കേസിൽ ഒരു ഗൈഡിനെ നിയമിക്കാനായിട്ട് ഡി ലാ ടൂർ റോച്ചസ്റ്ററുമായിട്ട് ഒരു കരാറുണ്ടാക്കി. എന്നാൽ യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ തനിക്ക് ഗൈഡിനെ ആവശ്യമില്ലെന്ന് ഡി ലാ ടൂർ ഇദ്ദേഹത്തെ റോച്ചസ്റ്ററിനെ അറിയിച്ചു. അപ്പോൾ ഇവിടെ ഇതൊരു മുൻകൂട്ടിയുള്ള കരാർ ലംഘനമായി കണക്കാക്കിക്കൊണ്ട് റോച്ചസ്റ്റർക്ക് ഉടൻ തന്നെ നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കോടതി അനുമതി നൽകി. When the contract is kept alive by the promisee, the promiser may perform the same in spite of the fact that he had earlier repudiated it. നമ്മൾ നേരത്തെ 39 പറ്റി പറഞ്ഞ വ്യവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് പ്രോമിസർ റിപ്പഡിയേറ്റ് ചെയ്ത ശേഷം പ്രോമിസി എലൈവായിട്ട് വെക്കുകയാണെങ്കിൽ, അദ്ദേഹം ആ കോൺട്രാക്റ്റ് റിസൈൻ ചെയ്ത് കോമ്പൻസേഷന് വേണ്ടി സ്യൂ ചെയ്യുന്നില്ലെങ്കിൽ, താൻ റിപ്പഡിയേറ്റ് ചെയ്തതിന് ശേഷവും പ്രോമിസർക്ക് എപ്പോൾ വേണമെങ്കിലും ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അൺടിൽ പ്രോമിസി റിസൈൻസ് ഇറ്റ്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. Avery versus Bowden, it was held that in case the promisee keeps the contract alive, then it is possible that before the due date of performance, some supervening event happens and the promiser gets benefited by it. In such a situation, he will be discharged from performance. ഇവിടെ ഏവറി വേഴ്സസ് ബൗഡൻ എന്ന് പറയുന്ന ഈ കേസിൽ മുൻകൂട്ടിയുള്ള കരാർ ലംഘനം നടക്കുമ്പോൾ മറുഭാഗം കരാർ റദ്ദാക്കാതെ അത് തുടരാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. പ്രോമിസി കരാർ റദ്ദാക്കാതെ അത് തുടർന്നും ലൈവായിട്ട് തന്നെ ഇരിക്കുന്നതായി കണക്കാക്കി കഴിഞ്ഞാൽ കരാർ നടപ്പാക്കേണ്ട തീയതിക്ക് മുമ്പ് അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവം ഉണ്ടാകുകയും ഒരു സൂപ്പർവീനിങ് ഈവന്റ് നടക്കുകയും അത് കാരണം കരാർ പാലിക്കുന്നതിൽ നിന്ന് പ്രോമിസർ നിയമപരമായി ഇളവ് ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം ആ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിലുള്ള ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആയതായിട്ടാണ് കണക്കാക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വാഗ്ദാനം ചെയ്തയാൾക്ക് കരാറ് പാലിക്കുന്നതിൽ നിന്ന് ഒഴിവാകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഏവറിയും ബൗഡനും തമ്മിൽ ഒരു ഗുഡ്സ് ഷിപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കരാറുണ്ടായിരുന്നു. ഈ കപ്പലിന്റെ ഉടമയായിട്ടുള്ള ബൗഡൻ യാത്രയ്ക്ക് മുമ്പ് തന്നെ കരാറിൽ നിന്ന് പിന്മാറുന്നു. ഇത് ഏവറിയെ അദ്ദേഹം അറിയിച്ചു. ഏവറി ഉടൻ തന്നെ കേസ് കൊടുക്കാതെ കപ്പൽ വരുന്നത് വരെ കാത്തിരിക്കാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ ഈ സമയത്ത് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും
ഇത് കരാറ് നിയമപരമായി റദ്ദാക്കുന്ന ഒരു അപ്രതീക്ഷിതമായ സംഭവമായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ബൗഡന് കരാർ ലംഘനത്തിന് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. മറിച്ച് ഇദ്ദേഹം ആ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് തന്നെ കരാറ് റിസൈൻ ചെയ്ത് കോമ്പൻസേഷന് സ്യൂ ചെയ്തിരുന്നെങ്കിൽ ആ ആക്ഷൻ ഒരുപക്ഷെ സക്സസ്ഫുൾ ആയേനെ. പക്ഷെ ഈ ഒരു സൂപ്പർവീനിങ് ഈവന്റ് കാരണം കരാറിന്റെ ലംഘനം അവിടെ നടന്നതായി കണക്കാക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്, കോൺട്രാക്ട് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ തന്നെ ആ ഒരു സൂപ്പർവീനിങ് ഈവന്റ് ആ ഒരു യുദ്ധത്തിലൂടെ തന്നെ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ സാധിക്കാതെ ആയി മാറി. പിന്നെ in case the anticipatory breach of contract is accepted, then the damages for the breach would be assessed at the time repudiation takes place. If anticipatory breach is not accepted, then damages will be assessed at the time fixed for performance. കരാർ ലംഘനം നടന്നതായി ഉടൻ തന്നെ അംഗീകരിക്കുകയും കരാർ റദ്ദാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കണക്കാക്കുന്നത് കരാർ ലംഘനം നടന്ന സമയം, അതായത് ആ പിന്മാറ്റം അറിയിച്ച സമയം അടിസ്ഥാനമാക്കിയാണ്. ഇത്തരത്തിൽ പ്രോമിസി കരാർ റദ്ദാക്കാതെ അത് പാലിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണെങ്കിൽ നഷ്ടപരിഹാരം കണക്കാക്കുന്നത് കരാറ് പാലിക്കേണ്ട നിശ്ചിത തീയതിയിലെ സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും. അതാണ് ഇവിടെ നിന്നും ഈ ഒരു ഏരിയയിൽ നിന്നും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട തത്വങ്ങൾ. ഇപ്പം ഇങ്ങനെ കാത്തിരിക്കുന്നതിലൂടെ നഷ്ടപരിഹാരം കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ കാരണം ഒന്നും ലഭിക്കാതെ പോകാനും സാധ്യതയുണ്ട്. അതുകൂടി മനസ്സിലാക്കി വയ്ക്കുക. അതാണ് ഈ ഏരിയയിൽ നിന്നും നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഡിസ്ചാർജ് ബൈ എഗ്രിമെന്റ് ഓർ നൊവേഷൻ. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷനുകളായിട്ടുള്ള സെക്ഷൻ 62, 63 എന്നിവ പ്രകാരം കരാറിലെ കക്ഷികൾ പരസ്പരം സമ്മതിച്ചുകൊണ്ട് പുതിയ ഒരു കരാർ ഉണ്ടാക്കുകയോ അതല്ല എങ്കിൽ നിലവിലെ കരാറിൽ മാറ്റം വരുത്തുകയോ അതുമല്ലെങ്കിൽ കരാറ് റദ്ദാക്കുകയോ ചെയ്യുമ്പോൾ അവർക്കിടയിൽ ഉണ്ടായിരുന്ന യഥാർത്ഥ കരാറ് റദ്ദാക്കപ്പെടുകയും അതിലെ ബാധ്യതകളിൽ നിന്ന് കക്ഷികൾക്ക് മോചനം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതിനെപ്പറ്റിയാണ് സെക്ഷൻ 62ലും 63ലും പരാമർശിക്കുന്നത്. Section 62 provides that if the parties to the contract agree to substitute a new contract for it, or resigned or alter the contract, the original contract need not be performed. ഇപ്പോൾ ഇവിടെ സെക്ഷൻ 2ൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് എ ന്യൂ കോൺട്രാക്റ്റ്, അതായത് നൊവേഷൻ, അതല്ലെങ്കിൽ റദ്ദാക്കൽ അഥവാ റെസിഷൻ. പിന്നെ മൂന്നാമത്തേതായിട്ട് മാറ്റം വരുത്തൽ, അൾട്ടറിങ് ദ കോൺട്രാക്റ്റ്. നൊവേഷൻ എന്ന് പറയുമ്പോൾ നിലവിലുള്ള കരാറിന് പകരം ഒരു പുതിയ കരാറ് ഉണ്ടാക്കുക. റെസിഷൻ എന്ന് പറയുമ്പോൾ നിലവിലെ കരാറ് പൂർണ്ണമായി ഒഴിവാക്കുക. ആൾട്ടർനേഷൻ എന്ന് പറയുമ്പോൾ നിലവിലെ കരാറിലെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുക. അപ്പോൾ ഇവയിൽ ഏതെങ്കിലും സംഭവിക്കുമ്പോൾ യഥാർത്ഥ കരാറ് റദ്ദാക്കപ്പെടുകയും അതിനനുസരിച്ചുള്ള കടമകൾ നിറവേറ്റേണ്ടതില്ല എന്നുമാണ് സെക്ഷൻ 62ൽ പരാമർശിക്കുന്നത്. അപ്പോൾ ഇതിലാദ്യം നമുക്ക് നൊവേഷൻ എന്താണെന്ന് നോക്കാം. When the parties to the contract agree to substitute the existing contract for a new contract, that is called novation. Liability in the original agreement is extinguished. The substitution of new contract is not possible after the breach of the original contract. The new agreement should be valid and
enforceable. In novation of contract, there can be change in parties also. ഇപ്പോൾ ഒരു കരാറിനെ റദ്ദാക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമാണ് നൊവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് ഒരു കരാറിന് പകരം മറ്റൊരു കരാർ സ്ഥാപിക്കപ്പെടുന്നു. അതോടെ ആദ്യ കരാറിലെ ബാധ്യതകൾ അവസാനിക്കുന്നു. അതായത് ആദ്യത്തെ കരാർ റദ്ദാക്കുന്നതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്തെല്ലാമാണ് നൊവേഷന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ? ഇതിലൊന്നെന്ന് പറയുന്നത് ഒരു പുതിയ കരാർ നിലവിൽ വരുന്നു എന്നുള്ളതാണ്. നിലവിലുള്ള കരാറിന് പകരം ഒരു പുതിയ കരാർ ഉണ്ടാകുന്നു. ഇത് പൂർണ്ണമായും വ്യത്യസ്തമായ വ്യവസ്ഥകൾ ഉള്ളതാകാം. 2, നൊവേഷൻ നടക്കുമ്പോൾ യഥാർത്ഥ കരാറിലെ ബാധ്യതകൾക്ക് നിയമസാധുത ഇല്ലാതാവുകയും കക്ഷികൾക്ക് അതിൽ നിന്നും മോചനം ലഭിക്കുകയും ഡിസ്ചാർജ് ലഭിക്കുകയും ചെയ്യുന്നു. 3, എന്താണ് പ്രധാനപ്പെട്ട വ്യവസ്ഥ? ഒരു കരാർ ലംഘിച്ച ശേഷം അതിന് പകരമായി ഒരു പുതിയ കരാർ ഉണ്ടാക്കാൻ സാധിക്കില്ല. The substitution of a new contract or novation is not possible after the breach of the original contract. പിന്നെ എന്താണ്? പുതിയ കരാർ നിയമപരമായി സാധുതയുള്ളതും നടപ്പിലാക്കാൻ കഴിയുന്നതുമായിരിക്കണം. It should be valid and enforceable. അത് ഒബ്വിയസ്ലി ഏത് കരാറിനും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ വ്യവസ്ഥകൾ ബാധകമാണ്. ഇനി in novation there can be change in parties also. അപ്പോൾ നൊവേഷനിൽ യഥാർത്ഥ കരാറിലെ കക്ഷികൾക്ക് പകരം പുതിയ കക്ഷികൾ വരാനും സാധ്യതയുണ്ട്. ഇനി എന്താണ് alteration and rescission of contract? Alteration of contract means change in one or more of the material terms of the contract. Parties to the contract remains the same. ഇപ്പോൾ കരാറിലെ കക്ഷികൾക്ക് മാറ്റമൊന്നുമില്ലാതെ തന്നെ കരാറിലെ ചില പ്രധാന വ്യവസ്ഥകളിൽ മാത്രം മാറ്റം വരുത്തുന്നതിനെയാണ് അൾട്ടറേഷൻ എന്ന് പറയുന്നത്. ഒരു ചേഞ്ച് കൊണ്ടുവരിക. പുതിയ കരാർ ഉണ്ടാക്കുക എന്നതിനേക്കാൾ നിലവിലെ കരാറിലെ നിബന്ധനകൾ പരിഷ്കരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ നൊവേഷന് നമ്മളൊരു ഉദാഹരണം പറയാനാണെങ്കിൽ, എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് 10,000 രൂപ കൊടുക്കാനുണ്ടെന്ന് കരുതുക. അപ്പൊ അവര് ഒരു പുതിയ കരാറുണ്ടാക്കി. അത് പ്രകാരം എക്ക് പകരം സി എന്ന വ്യക്തി ബിക്ക് ആ പണം നൽകാമെന്ന് തീരുമാനിച്ചു. അപ്പൊ ഇവിടെ എയും ബിയും തമ്മിൽ ഉണ്ടായിരുന്ന ആ ഇനീഷ്യൽ കരാർ, എ ബിക്ക് 10,000 നൽകണം എന്നുള്ള ആ കരാർ മാറുകയും അതിന് പകരം ഇവിടെ പാർട്ടീസ് സബ്സ്റ്റിറ്റ്യൂട്ടായി സി എക്ക് പകരം ആ പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഈ പുതിയ കരാർ ഒരു നൊവേഷനാണ്. ഇനി അൾട്ടറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാനും നിങ്ങളുമായിട്ട് എൻ്റെ ഒരു കാർ വിൽക്കാനായിട്ട് കരാറായി എന്ന് കരുതുക. 5 ലക്ഷം രൂപയാണ് നിങ്ങൾ എനിക്കതിന് കൺസിഡറേഷൻ തരാമെന്ന് സമ്മതിക്കുന്നത്. പിന്നെ സബ്സിക്വന്റ് ആയിട്ട് ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എഗ്രിമെന്റ് ആവുകയാണ് 4.5 ലക്ഷം മതി വണ്ടിക്ക് എന്നുള്ളത്. ഇപ്പൊ ഇനീഷ്യൽ കരാറിന്റെ കീഴിൽ അത് നടത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു മെറ്റീരിയൽ പാർട്ടായ ഇതിന്റെ വിലയെ സംബന്ധിച്ച് ഒരു അൾട്ടറേഷൻ വരുത്തുമ്പോൾ, ഒരു ചേഞ്ച് വരുത്തുമ്പോൾ അവിടെയാണ് നമ്മൾ അൾട്ടറേഷൻ എന്ന് പറയുന്ന പ്രക്രിയ അപ്ലൈ ആയതായിട്ട് കണക്കാക്കുന്നത്. മെറ്റീരിയൽ ടേമാണ് മാറ്റം വരുന്നത്. അപ്പോൾ അവിടെ ഇനീഷ്യൽ കോൺട്രാക്ട് നമ്മൾ തമ്മിലുള്ള 5 ലക്ഷത്തിന് വിൽക്കാം എന്നുള്ള കരാർ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഇല്ലാതാവുന്നു. പിന്നെ if the contract is discharged by agreement between the parties that it shall no longer bind them, then it amounts to rescission of contract. എന്താണ്? കരാറിലെ കക്ഷികൾ പരസ്പര ധാരണയിൽ ഒരു കരാറ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുമ്പോൾ അത് റദ്ദാക്കലായി കണക്കാക്കുന്നു, റെസിഷനായിട്ട് കണക്കാക്കുന്നു.
ഇവിടെ ഒരു പുതിയ കരാറ് ഉണ്ടാക്കുന്നില്ല, പകരം നിലവിലെ കരാറ് പൂർണ്ണമായും ഇല്ലാതാക്കപ്പെടുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ എയും ബിയും തമ്മിൽ കുറച്ച് സാധനങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഒരു കരാർ ഉണ്ടാക്കുന്നു എന്ന് കരുതുക. പിന്നീട് ഇരുവരും സംസാരിച്ച് ആ കരാറ് പൂർണ്ണമായും അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഇവിടെ പുതിയൊരു കരാറിന് പകരം എന്താണ്, പഴയ കരാറ് നിലവിലില്ലാതാക്കുകയാണ് അവർ ചെയ്യുന്നത്. അതിനെയാണ് റെസിഷൻ എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 63 provides that a party who has a right to demand the performance of contract may either remit or dispense with it, extend the time for performance, accept any other satisfaction instead of performance. ഇപ്പോൾ സെക്ഷൻ 63 എന്താണ് പറയുന്നത്? ഒരു കരാറ് നടപ്പാക്കാൻ അവകാശമുള്ള ഒരു കക്ഷിക്ക് താഴെ പറയുന്ന 3 കാര്യങ്ങൾ ചെയ്യാം. 1. കരാറ് പ്രകാരം നടപ്പാക്കേണ്ട ചില കടമകളിൽ നിന്ന് മറുഭാഗത്തെ പൂർണ്ണമായി ഒഴിവാക്കാനായിട്ട് സാധിക്കും. എ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ എക്ക് ബി എന്ന വ്യക്തി 10,000 രൂപ നൽകാനുണ്ടെന്ന് കരുതുക. എ ഒരു പുതിയ കരാർ ഉണ്ടാക്കാതെ തന്നെ ബിയോട് ആ തുക തനിക്ക് വേണ്ടെന്ന് പറയുന്നു. ഇവിടെ ബിയുടെ ബാധ്യത അവസാനിച്ചു. ഹി മേ റെമിറ്റ് ഓർ ഡിസ്പെൻസ് വിത്ത് ഇറ്റ്. 2 എന്താണ്? സമയം നീട്ടി നൽകുക. അതായത് കരാറ് നടപ്പാക്കാൻ നിശ്ചയിച്ച സമയം നീട്ടി നൽകുക. ഒരു പ്രൊജക്റ്റ് ജൂൺ 30-ന് പൂർത്തിയാക്കാം എന്ന് എ ബിയോട് കരാറുണ്ടാക്കുന്നു എന്ന് കരുതുക. പിന്നീട് ജൂലൈ 30 വരെ സമയം നീട്ടിക്കഴിഞ്ഞാൽ അവിടെ അത്തരത്തിൽ എന്താണ്, എക്സ്റ്റെൻഡ് ദ ടൈം ഓഫ് പെർഫോമൻസ് നടന്നതായിട്ട് നമ്മൾ കണക്കാക്കും. പിന്നെ 3-മത്തത് എന്താണ്? മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള എന്താണ്, പെർഫോമൻസിന് പകരം ആൾട്ടർനേറ്റ് സാറ്റിസ്ഫാക്ഷൻ അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ കരാറ് പ്രകാരമുള്ള കടമയ്ക്ക് പകരമായിട്ട് മറ്റെന്തെങ്കിലും സ്വീകരിക്കുക. ഉദാഹരണത്തിന് എക്സ് എന്ന് പറയുന്ന വ്യക്തി വൈക്ക് 20,000 രൂപ നൽകാനുണ്ടായിരുന്നു എന്ന് കരുതുക. വൈ ആ തുകയ്ക്ക് പകരം 15,000 രൂപയും ഒരു വാച്ചും സ്വീകരിക്കാനായിട്ട് സമ്മതിക്കുന്നു. അപ്പോൾ ബേസിക്കലി ഈ നിയമം കരാറിലെ കക്ഷികൾക്ക് പകരം, അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത്, അവർക്ക് പരസ്പര ധാരണയിലൂടെ കരാറിലെ ബാധ്യതകളിൽ മാറ്റം വരുത്താനും വേണ്ടി വന്നാൽ അത് ഒഴിവാക്കാനും സഹായകമാകുന്ന ഒരു പ്രൊവിഷനാണ് സെക്ഷൻ 63 എന്ന് പറയുന്നത്. ആ പെർഫോമൻസ് ആർക്കാണോ പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാനായിട്ട് അവകാശമുള്ളത് ആ വ്യക്തിക്കാണ് ഈ 3 കാര്യങ്ങൾ അതിന് പകരമായി സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ ചെയ്യാനായിട്ട്, പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ ഫൈനലായിട്ട് നോക്കുന്ന മോഡ് ഓഫ് ഡിസ്ചാർജ് ആണ്. നമ്മൾ പലപ്പോഴായിട്ട് പല ക്ലാസ്സുകളിലായിട്ട് ആവർത്തിച്ച് പലയിടങ്ങളിൽ പ്രസക്തമായി തന്നെ ചർച്ച ചെയ്തു പോയ ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് അണ്ടർ സെക്ഷൻ 56 വിച്ച് ഡീൽസ് വിത്ത് ദി ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ. ഇപ്പോൾ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 56-ന് കീഴിലെ ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നിയമതത്വമാണ്. When the performance of the contract becomes impossible, the contract is said to be frustrated. First paragraph of section 56 provides that an agreement to do an impossible act is void. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു കരാറിലെ കടമകൾ അതിൻ്റെ നിറവേറ്റൽ അല്ലെങ്കിൽ അത് നിറവേറ്റുന്നത് അസാധ്യമായി മാറുമ്പോൾ ആ കരാറ് ഫ്രസ്ട്രേറ്റഡ് ആയി എന്നാണ് നമ്മൾ പറയുന്നത്. അതോടെ കരാറ് റദ്ദാക്കപ്പെടും. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 56 ആണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 56 2 സാഹചര്യങ്ങളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. അതെന്തൊക്കെയാണ്? 2 പ്രസക്ത ഭാഗങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ആദ്യത്തെ ഭാഗത്തിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റിയെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഒരു അസാധ്യമായ കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള
ഏതൊരു കരാറും തുടക്കം മുതൽ തന്നെ അസാധുവാണ്. ദേ വിൽ ബി വോയിഡ് അബ് ഇനിഷ്യോ എന്നാണ് ഈ ഭാഗത്തിൽ പരാമർശിക്കുന്നത്. Second paragraph of section 56 provides that if after the formation of contract any of the following circumstances exist, then the contract becomes void. A. The act becomes impossible, or the act becomes unlawful because of some reason which promiser could not prevent. ഇപ്പോൾ രണ്ടാം ഭാഗത്തിൽ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിയെ പറ്റിയാണ് പരാമർശിക്കുന്നത്. കരാർ ഉണ്ടാക്കിയ ശേഷം ചില അപ്രതീക്ഷിത സംഭവങ്ങൾ കാരണം ഈ താഴെ പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കരാർ അസാധുവായി മാറുന്നു. ഇതിനെയാണ് മുൻകൂട്ടി കാണാൻ കഴിയാത്ത അസാധ്യത അഥവാ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അതിലാദ്യത്തത് ആക്ട് ബിക്കംസ് ഇമ്പോസിബിൾ, കരാറിലെ കാര്യം അസാധ്യമായി മാറുക. ഉദാഹരണത്തിന് എക്സ് എന്ന് പറയുന്ന വ്യക്തി വൈയുടെ ഒരു കെട്ടിടം 1 മാസത്തേക്ക് വാടകയ്ക്ക് എടുക്കാനായിട്ട് കരാറുണ്ടാക്കി. എന്നാൽ കരാർ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആ കെട്ടിടം തീ പിടിച്ച് നശിച്ചു പോയി കഴിഞ്ഞാൽ കരാർ നടപ്പാക്കാൻ സാധിക്കാതെ വരുന്നത് കൊണ്ട് തന്നെ അത് അസാധുവായിട്ട് മാറും. ദി ആക്ട് ഹാസ് ബിക്കം ഇമ്പോസിബിൾ. പിന്നെ രണ്ടാമത്തത്, കരാറിലെ ആ പർട്ടിക്കുലർ കാര്യം അല്ലെങ്കിൽ ആ ചെയ്യേണ്ട ആക്ട് അത് നിയമവിരുദ്ധമായി മാറുന്ന സാഹചര്യങ്ങൾ. ഇപ്പോ പ്രോമിസർ ചെയ്ത അല്ലെങ്കിൽ പ്രോമിസ് ചെയ്ത വ്യക്തിക്ക് തടയാൻ കഴിയാത്ത ചില കാരണങ്ങൾ കൊണ്ട് കരാറ് നിയമവിരുദ്ധമായി മാറുമ്പോൾ ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫിന്റെ രണ്ടാമത്തെ പോർഷൻ ആപ്ലിക്കേഷനിലേക്ക് വരും. ഇപ്പൊ നമ്മൾ സ്ഥിരം ഉപയോഗിച്ച എക്സാമ്പിളായ എ എന്ന് പറയുന്ന വ്യക്തി ബിയുമായിട്ട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കരാർ ഉണ്ടാക്കുന്നു. എന്നാൽ കരാർ നിലവിൽ വന്നതിന് ശേഷം സർക്കാർ ആ സാധനങ്ങളുടെ ഇറക്കുമതി പൂർണ്ണമായി നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ സാധന സാമഗ്രികളുടെ ഇറക്കുമതി ആ കരാർ നിലവിൽ വന്നെങ്കിൽ കൂടി അത് പ്രകാരം സാധ്യമാവില്ല. ബിക്കോസ് ദ ആക്ട് ഹാസ് ബിക്കം അൺലോഫുൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും ഒരു സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ doctrine of frustration, before the doctrine of frustration, the doctrine of implied term was in vogue. It means that an implied condition would be read into the contract when the performance becomes impossible. നമ്മൾ ഈ doctrine of frustration എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നതിന് മുൻപ് doctrine of implied term സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു തത്വമാണ് നിലവിലുണ്ടായിരുന്നത്. ഇത് പ്രകാരം കരാർ നടപ്പാക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ കരാറിൽ ഒരു വ്യവസ്ഥ മറഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നും അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നും വ്യാഖ്യാനിക്കുകയായിരുന്നു പതിവ്. ഒരു ഇംപ്ലൈഡ് ടേം, അതായത് ഇത്തരത്തിൽ ഇമ്പോസിബിലിറ്റി വന്നു കഴിഞ്ഞാൽ കരാർ അസാധുവാകും എന്ന തരത്തിൽ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ടായിരുന്നു എന്ന തരത്തിൽ അവിടെ നമ്മൾ കണക്കാക്കും എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. പിന്നീട് കോടതികൾ ഈ സിദ്ധാന്തം ഉപേക്ഷിക്കുകയും പകരം ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഡോക്ട്രിൻ അംഗീകരിക്കുകയും ചെയ്തു. അപ്പൊ ചുരുക്കത്തില് ഒരു കരാറിലെ കടമകൾ നിയമപരമായിട്ട് അസാധ്യമോ അല്ലെങ്കിൽ നിയമവിരുദ്ധമോ ആയി മാറുമ്പോൾ ആ കരാറിലെ ബാധ്യതകളിൽ നിന്ന് കക്ഷികൾക്ക് മോചനം ലഭിക്കുന്നതാണ് ഈ പ്രിൻസിപ്പളിന്റെ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷന്റെ കാതൽ എന്ന് പറയുന്നത്, അതിന്റെ മെയിൻ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ ടൈലർ വേഴ്സസ് ക്ലാഡ്വെൽ എന്ന് പറയുന്ന കേസിലാണ് ഇതൊന്ന് പഠിക്കുക. കാരണം ഈ കേസിലാണ് ഡോക്ട്രിൻ ഓഫ് ഇംപ്ലൈഡ് ടേം ആദ്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇവിടുത്തെ ഫാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗീത കച്ചേരി നടത്താനായിട്ട് ടൈലർ എന്ന് പറയുന്ന വ്യക്തി ക്ലാഡ്വെല്ലിന്റെ ഒരു മ്യൂസിക് ഹാള് വാടകയ്ക്ക് എടുക്കാനായിട്ട് കരാറുണ്ടാക്കി. എന്നാൽ കച്ചേരിക്ക് മുൻപ് തന്നെ ഹാള് തീ പിടിച്ച് നശിച്ചുപോയി. അപ്പൊ ഈ കേസിൽ കോടതി പറഞ്ഞത് കരാറിൽ ഒരു മറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ, ഒരു ഇംപ്ലൈഡ് ടേം ഉണ്ടായിരുന്നു എന്ന് വിധിച്ചു. അതായത് കരാറിലെ ലക്ഷ്യം സാധ്യമാക്കുന്ന കാര്യങ്ങൾ, ഇവിടെ ആ മ്യൂസിക് ഹാള്
അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കരാറ് നിലനിൽക്കൂ എന്നതായിരുന്നു ആ വ്യവസ്ഥ, ആ ഒരു ഇംപ്ലൈഡ് ടേം. അപ്പൊ ഹാള് നശിച്ചത് കൊണ്ട് തന്നെ ഈ വ്യവസ്ഥ പാലിക്കാൻ കഴിയാതെ വന്നു. അതുകൊണ്ട് തന്നെ കരാറ് റദ്ദാക്കപ്പെട്ടതായിട്ട് കണക്കാക്കാം എന്നാണ് കോടതി ഈ കേസിൽ വ്യക്തമാക്കിയത്. ഇവിടെ നമ്മുടെ സുപ്രീം കോടതി സത്യബ്രത ഘോഷ് വേഴ്സസ് മുങ്ങിരാം ബാങ്ങൂർ എന്ന് പറയുന്ന കേസിന്റെ സൈറ്റേഷൻ പഠിക്കണമെന്നില്ല. ഇന്ത്യയിൽ ഡെവലപ്പാക്കി കൊണ്ടുവന്ന ഒരു തത്വം, നമ്മൾ ഈ സ്ട്രിക്റ്റ് ലയബിലിറ്റി പോലെ ആബ്സല്യൂട്ട് ലയബിലിറ്റി ഉണ്ടാക്കി എന്ന് പറഞ്ഞതുപോലെ ഡോക്ട്രിൻ ഓഫ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നതിനെ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷനുമായി സാമ്യമുള്ളതാണ് എന്ന് വ്യാഖ്യാനിച്ചു. നമ്മൾ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ഇത്തരത്തില് സെക്ഷൻ 56ന്റെ സെക്കൻഡ് പാരഗ്രാഫിൽ നിന്ന് റീഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. എങ്കിലും കോടതി പറഞ്ഞു അത്തരത്തിൽ നമ്മുടെ തനതായ ഡോക്ട്രിൻ ഓഫ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷനോട് സമാനമാണ്. ഇംഗ്ലീഷ് പ്രിൻസിപ്പിളായ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷനോട് സമാനമാണെന്നാണ് കോടതി ഈ കേസിൽ വ്യക്തമാക്കുന്നത്. കോർട്ട് held that doctrine of supervening impossibility is wider than doctrine of frustration and it covers initial impossibility as well as subsequent impossibility. ഈ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷനേക്കാൾ കുറച്ചുകൂടി വൈഡർ ആണ് ഡോക്ട്രിൻ ഓഫ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. കാരണം ഡോക്ട്രിൻ ഓഫ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിയിൽ ബോത്ത് ഇനീഷ്യൽ ആസ് വെൽ ആസ് സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് കോടതി ഈ കേസിൽ നിരീക്ഷിക്കുന്നത്. ഈ ഫ്രസ്ട്രേഷൻ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ദി ഒക്കറൻസ് ഓഫ് ആൻ ഇന്റർവീനിങ് ഇവന്റ് or a change of circumstance so fundamental as to be regarded by the law both as striking at the root of the contract and beyond the contemplation of parties. ഇപ്പോൾ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി പോലെ തന്നെ എന്നാൽ അത്രത്തോളവും വൈഡല്ലാത്ത മറ്റൊരു കൺസെപ്റ്റാണ് ഫ്രസ്ട്രേഷൻ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ബേസിക്കലി ഇതിന്റെ ഉറവിടവും ടൈലർ വേഴ്സസ് ക്ലാഡ്വെൽ തന്നെയാണ്. പക്ഷെ ഫ്രസ്ട്രേഷന്റെ ഇപ്പോഴത്തെ മോഡേൺ കൺസെപ്റ്റ് പോലെ അത്ര ഡെവലപ്പ് ആയിരുന്നില്ല ഡോക്ട്രിൻ ഓഫ് ഇംപ്ലൈഡ് ടേം. അത് പിന്നീട് ഡെവലപ്പാക്കി ഫ്രസ്ട്രേഷൻ ഓഫ് കോൺട്രാക്റ്റ് ആയി. പിന്നീട് നമ്മൾ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അതിന് നമുക്ക് തനതായ ഒരു പുതിയ ഡോക്ട്രിൻ ഓഫ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ആയി നമ്മൾ അതിനെ മാറ്റി. അതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് എന്തെല്ലാമാണ് വേരിയസ് ഗ്രൗണ്ട്സ് ഓഫ് ഫ്രസ്ട്രേഷൻ എന്നുള്ളത് പരിശോധിക്കാം. ഫോളോയിങ് ആർ ദ ഗ്രൗണ്ട്സ് ഓഫ് ഫ്രസ്ട്രേഷൻ ഓഫ് കോൺട്രാക്ട്: ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ, ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസസ്, നോൺ ഒക്കറൻസ് ഓഫ് contemplated event, death or incapacity of party, state intervention and intervention of war. അപ്പോൾ ഒരു 6 ഗ്രൗണ്ട്സ് ആണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. അതിലാദ്യത്തേത് ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ. ഉദാഹരണം ട്രെയിലർ വേഴ്സസ് ക്ലാഡ്വെൽ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കേസ്. ഒരു കരാറിലെ പ്രധാന വിഷയവസ്തു, ഉദാഹരണത്തിനൊരു കെട്ടിടമാകാം, അല്ലെങ്കിൽ ഒരു സാധനമാകാം, ഒരു സ്ഥലമാകാം. അപ്പോൾ ഇതെല്ലാം അപ്രതീക്ഷിതമായിട്ട് നശിച്ചു പോയി കഴിഞ്ഞാൽ കരാറ് ഫ്രസ്ട്രേറ്റഡ് ആകും. ഉദാഹരണത്തിന് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കേസിൽ തന്നെ എന്താണ്, ആ ഒരു മ്യൂസിക് പ്രോഗ്രാം നടത്താനിരുന്ന മ്യൂസിക് ഹാള് കത്തി നശിച്ചത് കൊണ്ട്, കരാർ രൂപീകരിക്കുമ്പോൾ തന്നെ അത് കത്തി നശിച്ചു പോയിരുന്നത് കൊണ്ട് അവിടെ ആ കരാർ ഒരു ഡോക്ട്രിൻ ഓഫ് ഇംപ്ലൈഡ് ടേം വായിച്ചെടുത്തതും അതിലൂടെ ആ കരാർ ഫ്രസ്ട്രേറ്റഡ് ആയതായിട്ടും നമ്മൾ കണ്ടു. പിന്നെ ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം. ഇപ്പൊ കരാർ ഉണ്ടാക്കിയ സമയത്തെ സാഹചര്യങ്ങളിൽ പിന്നീട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും അത് കരാറിന്റെ നടത്തിപ്പിനെ തന്നെ അസാധ്യമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കരാർ ഫ്രസ്ട്രേറ്റഡ് ആയതായിട്ട് കണക്കാക്കും. അടുത്തത് നോൺ ഒക്കറൻസ് ഓഫ് കണ്ടംപ്ലേറ്റഡ് ഇവന്റ്, അതായത് ഉദ്ദേശിച്ച സംഭവങ്ങൾ നടക്കാതെ വരുമ്പോൾ. കരാറിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം ഒരു പ്രത്യേക സംഭവം നടക്കുന്നത് ആശ്രയിച്ചാണെങ്കിൽ ആ സംഭവം നടക്കാതെ വന്നു കഴിഞ്ഞാൽ കരാറ് ഫ്രസ്ട്രേറ്റഡ് ആവും. ഇപ്പൊ ഇവിടെ എക്സാമ്പിളിന് വേണ്ടിയാണ് കേട്ടോ കേസ് കൊടുത്തിരിക്കുന്നത്.
ക്രെൽ വേഴ്സസ് ഹെൻറി എന്ന് പറയുന്ന കേസിൽ ഒരു രാജാവിൻ്റെ കിരീടധാരണ ഘോഷയാത്ര കാണുന്നതിനായി ഒരു പർട്ടിക്കുലർ ഏരിയ വാടകയ്ക്ക് എടുത്തുകൊണ്ടുള്ള കരാറായിരുന്നു ഇവിടുത്തെ വിഷയം. ഇവിടെ ഘോഷയാത്ര കാണുക എന്നതായിരുന്നു കരാറിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ രാജാവിന് അസുഖം വന്നതുകൊണ്ട് ഘോഷയാത്ര മാറ്റിവെച്ചു. അപ്പൊ അതോടെ ഈ പർട്ടിക്കുലർ ഏരിയ വാടകയ്ക്ക് എടുക്കുക എന്ന കരാറിന്റെ ലക്ഷ്യം തന്നെ ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് കോടതി ആ കരാറ് ഫ്രസ്ട്രേറ്റഡ് ആണെന്നാണ് വിധിച്ചത്. ക്രെൽ വേഴ്സസ് ഹെൻറി. അടുത്തത് ഡെത്ത് ഓർ ഇൻകപ്പാസിറ്റി ഓഫ് പാർട്ടി. കക്ഷിയുടെ മരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ഇൻകപ്പാസിറ്റേറ്റഡ് ആകുക, കഴിവില്ലാതെ വരിക. ഒരു കരാറിലെ കടമകൾ നിർവഹിക്കാൻ കരാറിലെ ഒരു കക്ഷിയുടെ വ്യക്തിപരമായ കഴിവ് ആവശ്യമായിരിക്കുകയും ആ വ്യക്തി മരണപ്പെടുകയോ അല്ലെങ്കിൽ മാനസികമായോ ശാരീരികമായോ കഴിവില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കരാറ് ഫ്രസ്ട്രേറ്റഡ് ആയതായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഈ റോബിൻസൺ വേഴ്സസ് ഡേവിസൺ എടുക്കുക. ഈ കേസിൽ ഒരു മ്യൂസീഷ്യൻ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് ഒരു കരാറുണ്ടാക്കി. എന്നാൽ അസുഖം ബാധിച്ചത് മൂലം നിശ്ചയിച്ച ദിവസം അദ്ദേഹത്തിന് ആ സംഗീത കച്ചേരി അവതരിപ്പിക്കാനായിട്ട് സാധിച്ചില്ല. ഇതൊരു വ്യക്തിപരമായ കഴിവും വൈദഗ്ധ്യവും ആവശ്യമുള്ള കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ സംഭവിച്ച ആ ഇൻകപ്പാസിറ്റി മൂലം ആ കരാറ് ഫ്രസ്ട്രേറ്റഡ് ആയതായിട്ടാണ് കണക്കാക്കിയത്. അപ്പോൾ ഡെത്ത് ഓർ ഇൻകപ്പാസിറ്റി ഓഫ് പാർട്ടി. പിന്നെ സ്റ്റേറ്റ് ഇന്റർവെൻഷൻ. ഒരു രാഷ്ട്രം അല്ലെങ്കിൽ സർക്കാർ അവരുണ്ടാക്കുന്ന നിയമങ്ങൾ, ഓർഡിനൻസുകൾ അല്ലെങ്കിൽ ഉത്തരവുകൾ എന്നിവ കാരണം ഒരു കരാറ് നടപ്പാക്കുന്നത് അസാധ്യമോ അല്ലെങ്കിൽ നിയമവിരുദ്ധമോ ആയി മാറിക്കഴിഞ്ഞാൽ ആ കരാറ് ഫ്രസ്ട്രേറ്റഡ് ആയതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് ഒരു പർട്ടിക്കുലർ ഭൂമിയിൽ കൃഷി ചെയ്യാനായിട്ട് കരാറുണ്ടാക്കി. എന്നാൽ സർക്കാർ ആ ഭൂമി ഏറ്റെടുക്കുകയും അവിടെ റോഡ് നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ കരാറ് ഇനീഷ്യൽ ആ കൃഷി ചെയ്യാനുള്ള കരാറ് അല്ലെങ്കിൽ ഒരു പാട്ട കരാറാണെന്ന് വിചാരിച്ചോ, അപ്പൊ ആ കരാറൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയതായിട്ട് കണക്കാക്കും. കാരണം അവിടെ സ്റ്റേറ്റ് ഇന്റർവെൻഷനാണ് ഇത്തരത്തിൽ ആ കരാറിനെ ഫ്രസ്ട്രേറ്റ് ആക്കിയത്. പിന്നെ അവസാനത്തേത് ഇന്റർവെൻഷൻ ഓഫ് വാർ. യുദ്ധം അല്ലെങ്കിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ കരാറുകൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്. ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് കൊണ്ട് രണ്ട് കക്ഷികൾ തമ്മിലുള്ള കരാറ് നടപ്പാക്കുന്നത് അസാധ്യമാവുകയോ അല്ലെങ്കിൽ നിയമവിരുദ്ധമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ കരാറ് ഫ്രസ്ട്രേറ്റഡ് ആകും. ഇപ്പം നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത എക്സാമ്പിളിലെ പോലെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാനായിട്ട് ഒരു കരാർ ഉണ്ടാക്കിയാൽ ഈ രാജ്യങ്ങൾക്കിടയിൽ ഒരു യുദ്ധം ഉണ്ടായാൽ സബ്സിക്വൻ്റ് ആയിട്ട് ഈ കരാറിലെ കടമകൾ നിറവേറ്റുന്നത് അസാധ്യമായിട്ട് മാറും. അപ്പം അതാണ് ഇന്റർവെൻഷൻ ഓഫ് വാറിന് ഒരു ഉദാഹരണം. അപ്പോൾ ഈ 6 ഗ്രൗണ്ടുകളിലാണ് ഗ്രൗണ്ട്സ് ഓഫ് ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു കരാറ് ഫ്രസ്ട്രേറ്റഡ് ആകുന്നതായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൽ ടെയ്ലർ വേഴ്സസ് ക്ലാഡ്വെല്ല് എന്ന് പറയുന്ന കേസ് പ്രധാനപ്പെട്ട കേസാണ്. അത് പഠിക്കുക. ഇത് സ്പെല്ല് ചെയ്യുന്നത് കാൾവെൽ എന്നാണ്. പറയുന്ന ആ ഒരു രീതിയിൽ ഞാൻ ക്ലാഡ്വെൽ എന്ന് പറഞ്ഞ് ശീലിച്ചത് കൊണ്ടാണ് അത്തരത്തിൽ പ്രൊണൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി 2 കേസുകളും റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയായിരിക്കും. പിന്നെ നമ്മൾ ഇൻട്രഡക്ഷൻ ക്ലാസ്സിൽ സംസാരിച്ചതും എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതുമായിട്ടുള്ള ഒരു ചെറിയ ഏരിയ, വൺ ഓഫ് ദി അതർ മോഡ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയാവുന്ന ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിയമപരമായ കാരണങ്ങൾ മൂലം ഒരു കരാറ് അത് സ്വാഭാവികമായി അവസാനിക്കുന്നതായിട്ട് ഡിസ്ചാർജ് ആകുന്നതായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാൻ അന്ന് സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തി ഇൻസോൾവെന്റ് ആകുക, പാപ്പരായി പോവുക.
അപ്പോൾ അതും ശരിക്കും ഈ ഒരു ഗ്രൗണ്ട്സ് ഓഫ് ഫ്രസ്ട്രേഷന്റെ അടിയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കുക, അപ്പോൾ ഇതല്ലെങ്കിൽ സ്റ്റേറ്റ് ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഈ ഇന്റർവെൻഷൻ ഓഫ് വാർ അതിന്റെ സാഹചര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം ഓപ്പറേഷൻ ഓഫ് ലോയിലൂടെ അല്ലെങ്കിൽ നിയമം പ്രകാരം കരാർ ഫ്രസ്ട്രേറ്റഡ് ആകുന്നതിന്റെ കൂടി ഉദാഹരണങ്ങളാണ്. അപ്പോൾ ആ രണ്ട് ഗ്രൗണ്ടും ഒരുമിച്ച് ലിങ്ക് ചെയ്ത് പഠിച്ചാൽ മതിയായിരിക്കും. അതുകൊണ്ടാണ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ ഡിസ്കസ് ചെയ്യാത്തത്. അപ്പൊ ഇതോടുകൂടി ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നമുക്ക് സ്പെസിഫിക് കോൺട്രാക്റ്റുകൾ മാത്രമാണ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് കവർ ചെയ്യാനുള്ള ഏരിയ. അത് നമുക്ക് ഒരു 3 ക്ലാസ്സിലായിട്ട് കംപ്ലീറ്റ് ചെയ്യാം, 3 വീഡിയോസിലായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നന്ദി.